ഇതുപോലെയുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ, കൂടുതൽ സമ്മാനങ്ങൾ നേടുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുടക്കൊടിയിൽ പ്രിയമുള്ളവരെ, കാര്യം ഈ പഞ്ചവൂസിൽ നിന്നൊക്കെ നമ്മൾ പണ്ട് പറയുമ്പോൾ സ്കൂളിലും കോളേജിലുമൊക്കെ വളരെ തമാശയായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കായിക ഇനമായിരുന്നു. ബൈജുവിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഭാഗ്യക്കേടും ആ കൂടെ ഉണ്ട്. കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബൈജു ഈ മേഖലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല പഞ്ചഗുസ്തി താരമായിരുന്നു. പക്ഷേ അന്നത് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരുന്നില്ല, നാഷണൽ സ്പോർട്സ് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് കേരള ഗവൺമെൻറ് സ്പോർട്സ് കൗൺസിൽ ഇത് കായിക ഇനമായി അംഗീകരിക്കുകയും എല്ലാ പ്രിവിലേജുകളും, അതായത് ഗ്രേസ് മാർക്ക് അടക്കം, PSCയിൽ അതിൻ്റെ നിയമനമടക്കം, അല്ലെങ്കിൽ നമുക്ക് റെയിൽവേയിലടക്കം എല്ലാ രംഗത്തും ഈ കായിക ഇനത്തെ അംഗീകരിക്കുകയും ജോലി സാധ്യതകളടക്കം കിട്ടുന്ന രൂപത്തിലേക്ക് ഇത് വളർന്നു വരികയും എല്ലാവർക്കും സാധ്യതയുണ്ട്. ഇന്ന് വളരെ പെട്ടെന്നാണ് ഇങ്ങനെ കാര്യങ്ങൾ സംഘടിപ്പിച്ചത്. ഉച്ച കഴിഞ്ഞാണ് ഇതിനെക്കുറിച്ച് ആലോചന നടന്നത്. അതുകൊണ്ടാണ് വലിയ രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകാൻ. എൻ്റെ ഏറ്റ സഹോദരന്മാരും അനിയന്മാരെല്ലാം ഉണ്ട്. എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നും പറയേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഏറ്റവും ചെറുപ്പകാലം മുതൽ അറിയാവുന്ന ആൾക്കാരാണ് ഈ കൂട്ടത്തിലുള്ള എല്ലാവരും. ഇതിനു മുമ്പ് ഞാൻ നിരവധി തവണ നാഷണൽ ഏഷ്യൻ ചാമ്പ്യനായിരുന്ന സാഹചര്യത്തിലും ഈ കൂടുതലും മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും അതിനുള്ള പ്രായം കടന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കൂടിയ പ്രായക്കാരുടെ ആ കാറ്റഗറിയിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതിലും വിൻ ചെയ്യാൻ പറ്റി. നോർമലായിട്ടുള്ള സീനിയർ വിഭാഗത്തിൽ മത്സരിക്കുക, അതിൽ ഞാൻ തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്നെക്കൊണ്ടാവും വിധം ഞാൻ ഇതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആയതിനാൽ ഇന്ന് എനിക്ക് ഈ മികച്ച രീതിയിലുള്ള സ്വീകരണം നൽകിയ നാട്ടിലെ പൗരപ്രമുഖന്മാരായ ശ്രീ മുടക്കൊടി ജോമൻ ചേട്ടായി, ചാക്കോ പാപ്പൻ, രാജേന്ദ്രൻ, മർച്ചൻ്റ് അസോസിയേഷന് വേണ്ടി അവറാൻ ചേട്ടൻ, കൂടെ ഈ എന്നെ ആദരിക്കാൻ വേണ്ടി ഇവിടെ കൂടിയ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏകദേശം സ്കൂൾ കാലം മുതൽ 1989-90 കാലഘട്ടം മുതൽ ഈ പഞ്ചഗുസ്തിയിൽ ആകർഷണമായിട്ട് പഞ്ചഗുസ്തി, വടംവലി ഈ 2 ഐറ്റം ആയിരുന്നു എൻ്റെ ക്രേസ്. വളരെ നിർഭാഗ്യവശാൽ ഈ 2 ഐറ്റത്തിനും സ്പോർട്സ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ ഇല്ലായിരുന്നു. അത് എനിക്ക് വളരെ നഷ്ടങ്ങൾ മാത്രമേ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഭാഗ്യമെന്ന് തന്നെ പറയാം, വരുന്ന തലമുറയ്ക്ക് വളരെ ഇതും കൊണ്ട് ഗുണമായ രീതിയിൽ സർക്കാരുകൾ, സ്പോർട്സ് കൗൺസിലെല്ലാം ഈ 2 ഐറ്റത്തെയും സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇത്തവണ ഞാൻ ഒരു 10-15ഓളം വർഷമായിട്ട് ഇതും കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലായിരുന്ന കൊണ്ട് ഈ ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. പുതിയ താരങ്ങളെപ്പറ്റി ഒന്ന് കാണുവാനും പുതിയ രീതിയൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ ഇത്തവണ ഒന്ന് പോയി നോക്കിയത്. ആദ്യമായിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടാമ്പിയിൽ വെച്ച് നടന്നപ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയിട്ട് മാസ്റ്റേഴ്സ് സീനിയർ വിഭാഗങ്ങളിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. മാസ്റ്റേഴ്സിലും ലെഫ്റ്റിലും റൈറ്റിലും ഗോൾഡും, സീനിയേഴ്സിൽ റൈറ്റ് ഹാൻഡ് ഗോൾഡും ലെഫ്റ്റ് ഹാൻഡ് സിൽവറും ആയിരുന്നു എനിക്ക് പട്ടാമ്പി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ. അതിനോടനുബന്ധിച്ച് ഛത്തീസ്ഗഡിലെ റായ്പൂർ വെച്ച് നടന്ന അഖിലേന്ത്യാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഞാൻ 3 ഐറ്റത്തിലേ പങ്കെടുത്തുള്ളൂ. ആ 3 എണ്ണത്തിലും എനിക്ക് ഗോൾഡിൽ വരാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. സ്പെയിനിൽ വെച്ച് അടുത്ത മാസം സെപ്റ്റംബർ 20-ാം തീയതിയോടുകൂടി സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ച് നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാനുള്ള സെലക്ഷനുണ്ട്. അതിനൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ വളരെ മികച്ച രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും പോകാനും പ്ലാനുണ്ട്, താല്പര്യമുണ്ട്. ഇനി അതിനുള്ള ഒരു ശ്രമമായിരിക്കും വരും കാലങ്ങളിൽ. ഇപ്പോൾ കുട്ടികളായിട്ടുള്ളവർക്ക് ഈ ഗെയിമിലേക്ക് വരുന്നത് വളരെ അതിനെപ്പറ്റി വളരെ ഗൗരവമായിട്ടൊന്ന് ആലോചിക്കുന്നു. പിതാക്കളാണെങ്കിലും അതിനെപ്പറ്റി വളരെ ഗൗരവമായിട്ടൊന്ന് ആലോചിക്കുകയും ഈ ഫീൽഡിലേക്കെന്നല്ല സ്പോർട്സിലേക്ക് വരുന്നതിന് എല്ലാവരും മാതാപിതാക്കൾ തന്നെ താല്പര്യമെടുത്ത് പുതിയ കുട്ടികളെയും ഈ സ്പോർട്സിലേക്കും ഗെയിംസിലേക്കും വരണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം. താങ്ക്സ്.